തായ്ലൻഡ് കംബോഡിയ സംഘർഷം. ഈ സംഘർഷത്തിൽ നിരുപാധിക വെടിനിർത്തലിന് തയ്യാറാണെന്ന് കംബോഡിയ പ്രഖ്യാപിച്ചുവെന്ന് ഞങ്ങളുടെ പ്രതിനിധി അറിയിക്കുന്നു. എന്നാൽ ഈ വിഷയത്തിൽ തായ്ലൻഡ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. തായ്ലൻഡിലേക്ക് യാത്ര ചെയ്യുന്നവർക്കായി ഇന്ത്യൻ എംബസി പുതിയ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചുവെന്നും തായ്ലൻഡിലെ ബാങ്കോക്കിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി കൃഷ്ണ ചെറിയാൻ റിപ്പോർട്ട് ചെയ്യുന്നു. തത്സമയം കൃഷ്ണ ചെറിയാൻ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് കൃഷ്ണ ചെറിയാൻ. ഇപ്പോൾ തായ്ലൻഡിൽ സമയം എത്രയാണ്? അവിടെ യഥാർത്ഥത്തിൽ ഈ വെടിനിർത്തൽ കരാറിലേക്ക് നീങ്ങുകയാണോ ഇരു രാജ്യങ്ങളും? നല്ല ടെൻഷനുണ്ട്. കാര്യം ഒരുപാട് ഇന്ത്യക്കാരും മലയാളികളും ഒക്കെ അവിടേക്ക് പോയിട്ടുണ്ട് തായ്ലൻഡിലേക്ക്. അപ്പോൾ ബാങ്കോക്കിൽ നിന്ന് സംസാരിക്കുമ്പോൾ അവിടെ എന്തെങ്കിലും യുദ്ധസമാനമായ സാഹചര്യം നിലവിലുണ്ടോ? വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഇപ്പോൾ ഇവിടെ സമയം 9 മണി കഴിഞ്ഞ് 48 ആണ്. അങ്ങനെ ഒരു യുദ്ധസമാനമായ സാഹചര്യമില്ല. പ്രത്യേകിച്ച് ഇത് അതിർത്തി പ്രദേശങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണ്. ഞാനുള്ളത് ബാങ്കോക്കിലാണ്. ഇത് ജനജീവിതമൊക്കെ സാധാരണമാണ്. ഇവിടെ വന്ന മലയാളികളൊക്കെ സുരക്ഷിതരാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യൻ എംബസി നൽകുന്ന ഒരു ട്രാവൽ ഡയറക്ടറി അല്ലെങ്കിൽ യാത്രക്കാർക്കുള്ള ഒരു മാർഗനിർദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കംബോഡിയൻ തായ്ലൻഡ് അതിർത്തി പ്രദേശത്ത് 7 പ്രോവിൻസ് ഉണ്ട്, 7 പ്രവിശ്യകളുണ്ട്. ആ 7 പ്രവിശ്യകളിലേക്കുള്ള യാത്ര ഒഴിവാക്കണം. അതുകൊണ്ട് തന്നെ യാത്രയ്ക്ക് തയ്യാറെടുത്തിരിക്കുന്നവര് ആരെങ്കിലും ആ പ്രവിശ്യകളിലേക്ക് പോകുന്നോ എന്ന് ഇന്ത്യൻ എംബസിയുടെ സൈറ്റ് നോക്കി ഒന്ന് ചെക്ക് ചെയ്യുക. ആ 7 പ്രവിശ്യകൾ ഒഴിവാക്കി തായ്ലൻഡിലേക്കുള്ള യാത്ര സുരക്ഷിതമാണ്. യാത്രാ ഗതാഗത പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ ജനജീവിതം വളരെ സാധാരണമായി നടക്കുകയാണ്. ഇനി നമ്മൾ ഈ ഒരു തായ്ലൻഡ് കംബോഡിയ സംഘർഷത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ശിവക്ഷേത്രം, പ്രീ വിഹാർ എന്ന് പറയുന്ന ശിവക്ഷേത്രത്തിന് വേണ്ടിയുള്ള ആ അതിർത്തി തർക്കം കംബോഡിയ, ലാവോസ്, തായ്ലൻഡ് ഈ 3 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന അതിർത്തി പ്രദേശം, അത് എമറാൾഡ് ട്രയാങ്കിൾ എന്ന് പറയുന്ന പ്രദേശം, ഇതിനായുള്ള ഒരു അതിർത്തി തർക്കമാണ് ഇവിടെ നിലനിൽക്കുന്നത്. അത് ഒരു യുദ്ധത്തിലേക്ക് ഇതുവരെയും മാറിയിട്ടില്ല. അതിർത്തിയിൽ തന്നെയാണ് ഈ സംഘർഷം ഇപ്പോഴും ഉള്ളത്. പക്ഷെ 16 പേർ മരിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. തായ്ലൻഡ് വിദേശകാര്യ മന്ത്രാലയവും അങ്ങനെ തന്നെ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സാധാരണക്കാരും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം വന്നിരിക്കുന്നത് കംബോഡിയൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് അവരൊരു വെടിനിർത്തലിന് തയ്യാറാണ്. ഒരു മുൻവിധികളുമില്ലാതെ യാതൊരു നിരുപാധികമായിട്ടുള്ള ഒരു കരാറിലേക്ക് പോകാൻ അവർ തയ്യാറാണെന്ന് ആണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു വെടിനിർത്തലിലേക്ക് പോകാനുള്ള സാധ്യതയും ഈ ഒരു സംഘർഷം പെട്ടെന്ന് തന്നെ അവസാനിക്കാനുള്ള ഒരു സാധ്യതയുമാണ് കാണുന്നത്. എന്നാൽ തായ്ലൻഡ് ഇതിനോട് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. വർഷങ്ങളായി നിൽക്കുന്ന ഈ സംഘർഷം ഇപ്പോൾ വീണ്ടും തുടങ്ങാൻ കാരണം മെയ് 28 നടന്ന ഒരു സംഭവമാണ്. ഈ അതിർത്തിയിൽ വെച്ച് ഒരു കംബോഡിയൻ സൈനികൻ കൊല്ലപ്പെടുന്നു. അതിനുശേഷം കംബോഡിയ വെടിവെക്കൽ ആരംഭിക്കുന്നു. പിന്നീട് തായ്ലൻഡ് തിരിച്ച് F-16 ജെറ്റുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നു. പക്ഷേ ഇതൊന്നും ഇവിടുത്തെ നഗരപ്രദേശങ്ങളിലേക്കോ പ്രധാനപ്പെട്ട ടൂറിസം മേഖലയിലേക്കോ ഒന്നും വ്യാപിച്ചിട്ടില്ല. പക്ഷേ അതിർത്തി പ്രദേശങ്ങളിലെ ആളുകളെ ഒഴിപ്പിക്കുന്നുണ്ട്. 1,35,000 തായ്ലൻഡ് പൗരന്മാരെ അവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട്. കംബോഡിയയും അവരുടെ പൗരന്മാരെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് ഒഴിപ്പിക്കുന്നുണ്ട്. അതിർത്തി മേഖലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെ ആശുപത്രികളും സൂപ്പർ മാർക്കറ്റുകളും ഒക്കെ അടക്കം ആക്രമിക്കപ്പെടുന്നു എന്ന വാർത്തകൾ വരുന്നുണ്ട്. പക്ഷെ നഗരത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളൊന്നും ലഭ്യമല്ല. സോഷ്യൽ മീഡിയയിൽ കൂടി തായ്ലൻഡ് പൗരന്മാരും കംബോഡിയൻ പൗരന്മാരും തമ്മിലൊരു സോഷ്യൽ മീഡിയ വാറും സമാന്തരമായി നടക്കുന്നുണ്ട്. അപ്പോൾ തായ്ലൻഡ് പ്രകോപനപരമായ ചില പ്രസ്താവനകളും നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതായത് കംബോഡിയയിലേക്കുള്ള വൈദ്യുതിയും സമൂഹ മാധ്യമങ്ങളും ഇന്റർനെറ്റും ഒക്കെ വിച്ഛേദിക്കും എന്നൊരു മുന്നറിയിപ്പ് ഇവർ നൽകിയിരുന്നു. മധ്യസ്ഥ ശ്രമത്തിന് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ശ്രമിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് തായ്ലൻഡ് പറഞ്ഞിരിക്കുന്നത് ഒരു 3ാം കക്ഷി മധ്യസ്ഥ ശ്രമത്തിന് ഞങ്ങൾക്ക് താല്പര്യമില്ല. ആ രീതിയിലുള്ള ഒരു ശ്രമങ്ങളും തായ്ലൻഡ് അനുവദിക്കില്ല എന്നാണ്. പക്ഷെ ഇതൊരു വെടിനിർത്തലിലേക്ക് പോകും എന്ന സൂചനയാണ് നിരുപാധികം ഒരു കരാറിലേക്ക് പോകാനുള്ള കംബോഡിയയുടെ പ്രസ്താവനയിൽ നിന്ന് വന്നിരിക്കുന്നത്. എന്തായാലും ബാങ്കോക്കിലോ പട്ടായയിലോ അതുപോലെ തായ്ലൻഡിന്റെ മറ്റു പ്രവിശ്യകളിലോ സഞ്ചരിക്കുന്ന മലയാളികൾക്കോ അല്ലെങ്കിൽ ഇന്ത്യക്കാർക്കോ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല. പക്ഷെ ഇന്ത്യൻ എംബസിയുടെ ആ സൈറ്റ് നോക്കിയിട്ട് 7 പ്രവിശ്യകൾ ഒഴിവാക്കേണ്ട പ്രവിശ്യകൾ ഒഴിവാക്കി നിങ്ങളുടെ യാത്രകൾ ഒന്ന് റീസ്കെഡ്യൂൾ ചെയ്യുക എന്നത് മാത്രമാണ് പറയാൻ സാധിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു കൃഷ്ണ ചെറിയാൻ. സേഫായിരിക്കുക. ബാങ്കോക്കിൽ നിന്ന് കൃഷ്ണ ചെറിയാൻ തത്സമയം സംസാരിക്കുകയായിരുന്നു.